നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എവിടെയാ സീതമ്മേ? ഇതുവരെ അമ്മ എന്റെ അടുത്ത് വന്നില്ലല്ലോ. ആര് പറഞ്ഞു വന്നില്ലെന്ന്? അമ്മ രാവിലെ തന്നെ വന്നിരുന്നു. അപ്പോ അച്ചൂട്ട് നല്ല ഉറക്കം. അന്നേരം അച്ചൂട്ടനെ ഉണർത്താൻ നോക്കിയപ്പോ ഞാനാ ഓടിച്ചു വിട്ടത്. എന്റെ കുട്ടി ഇന്നലെ രാത്രി എന്റെ കഥകളൊക്കെ കേട്ട് താമസിച്ചാ ഉറങ്ങിയത്. രാവിലെ നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എവിടെ? ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അമ്മ വന്നല്ലോ. അമ്മ മാത്രമല്ല, അച്ഛനും ഉണ്ട് കൂടെ. അച്ചൂട്ടാ, ഇന്നലെ മുഴുവൻ നിന്നെ മിസ് ചെയ്തു. സാരമില്ല, ഇന്ന് നീ ഇങ്ങ് വന്നല്ലോ, സന്തോഷമായി ഞങ്ങൾക്ക്. അപ്പോ ഇനി പ്രസാദങ്ങളാണോ ശരിക്കും എന്റെ അച്ഛൻ? അതെ അച്ചു, ഞാനാണ് ഇനി ശരിക്കും അച്ചുവിന്റെ അച്ഛൻ. എന്നാ ശരി. എന്നാ അച്ഛനും അമ്മയെ ഇന്ന് എനിക്കൊരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? രണ്ടുപേരും ഒരുമിച്ച് വേണം ഇന്നെ സ്കൂളിൽ കൊണ്ടിടാൻ. അയ്യോ, അത് വേണോ അച്ചു? വേണമെങ്കിൽ ഞാൻ കൊണ്ടുവിട്ടാ പോരെ? പ്രസാദേട്ടൻ ഇന്ന് ഒരുപാട് ജോലി തിരക്കുള്ളതാ. വേണ്ട, അമ്മ മാത്രമായിട്ട് കൊണ്ടുവിടണ്ട. ശരി, അമ്മ കൊണ്ടുവിടണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എന്താ അതുപോലെ അച്ചൂട്ടന്? പോരാ, അച്ഛനും അമ്മയെ ഒരുമിച്ച് കൊണ്ടുവിടണമെന്ന് പറഞ്ഞില്ലേ? ദേ അച്ചൂട്ടാ, വെറുതെ നിന്ന് ചിണുങ്ങി സമയം കളയാതെ വേഗം റെഡി ആയിട്ട് വാ. ഞാൻ കൊണ്ടുപോയി വിടാൻ നിന്നെ. പറ്റില്ല പറ്റില്ല പറ്റില്ല. അച്ഛനും അമ്മയും കൊണ്ടുവിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞില്ലേ? പരീക്ഷ നടക്കുക അച്ചു, വെറുതെ നിർബന്ധം കാണിക്കല്ലേ. നിർബന്ധം കാണിക്കും. അച്ഛനും അമ്മയും തന്നെ എന്നെ സ്കൂളിൽ കൊണ്ട് വിടണം വിടണം വിടണം. ദേ അച്ചു, വെറുതെ അടി വാങ്ങി പിടിക്കാതെ വേഗം പോയി ഒരുങ്ങി വാ. ഞാനാ നിന്നെ ഇന്ന് കൊണ്ടുവിടുന്നത്. ഇല്ല, പോവൂല പോവൂല പോവൂല. ശരി ശരി, തർക്കം മതിയാക്ക്. അച്ഛനും അമ്മയും കൂടി തന്നെ ഇന്ന് അച്ചൂട്ടനെ സ്കൂളിൽ കൊണ്ടാക്കുന്നു. മോൻചല്ലേ, പോയി വേഗം ഒരുങ്ങി വാ. അല്ല പ്രസാദേട്ടാ, ഇവന്റെ ഈ വാശിയുണ്ടല്ലോ. നീ ഒന്നും പറയണ്ട. അച്ചു വാ, വന്ന് വാഴിയിട്ട് നമുക്ക് പോയി ഒരുങ്ങാം. എന്തൊരു വാശിയാണ് ഈ കുട്ടിക്കെന്ന് നോക്ക്. അഞ്ജലി, ഇന്ന് അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന മട്ടിൽ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അതവന്റെ മനസ്സിലൊരു കറുപ്പായി എന്നും അങ്ങനെ കിടക്കും. അമ്മ വിവാഹം കഴിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൻ സ്വയം വിധി എഴുതും. ആ വിചാരം വന്നാൽ ഫലം അവൻ പിന്നെ എന്നെ വെറുക്കുമായിരിക്കും. ഒപ്പം നിന്നിൽ നിന്ന് അകലം പാലിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ശാഠ്യം കാണിക്കട്ടെ, നമുക്ക് ശാഠ്യം വേണ്ട. നീ ഒന്ന് സന്തോഷത്തോടെ കൂടെ വന്നാ മതി. രാവിലെ അവനെയും കൊണ്ട് നമുക്കൊന്ന് സ്കൂൾ വരെ പോയിട്ട് വരാം. മോന്റെ വാശി അമ്മയ്ക്ക് വേണ്ടാന്നർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.